നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടനടി പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. 8 ദിവസത്തെ ഒളിവ് ജീവിതത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തുന്നത് വലിയ പോരാട്ടങ്ങൾക്കാണ് എന്നുള്ള വാദങ്ങളും പുറത്തു വരുമ്പോൾ ഇവിടെ വലിയൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയൊരു ആരോപണമാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കാൻ വേണ്ടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന്റെ സാധ്യതകളെ തകർക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ പരാമർശങ്ങളായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീ വിഷയം കൊണ്ടുവന്നിട്ടുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ എതിർ പാർട്ടികളുടെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ള വാദങ്ങൾ പൊളിഞ്ഞടങ്ങുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അണ്ണനും തമ്പിയും പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതൊന്നും തനിക്കറിയുന്ന കേസല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും താനും തമ്മിലുള്ളത് ഒരു സുഹൃത്ത് ബന്ധം മാത്രമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന തരത്തിൽ തന്റെ നിലപാടിൽ ഉറച്ച് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് തന്റെ സൗഹൃദത്തെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ MP രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന അതേ ഷാഫി പറമ്പിൽ MP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുമാണ് ഇപ്പോൾ ചില ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിക്കൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള MA ഷഹനാസ് വലിയ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. പാർട്ടിക്കുള്ളിൽ പോലും നിശബ്ദമായി നിന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ നേർചിത്രമായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകളിലേക്കാണ് പാർട്ടിക്കകത്ത് നിന്ന് പോലും ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത് എന്നുള്ളതാണ്. ഷഹനാസിനോടും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിമോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് MA ഷഹനാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എന്തായാലും ഇത്തരത്തിൽ ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉയരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു നടപടിയെടുക്കാൻ KPCCക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് മടിയാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഏത് വിധേനയും നടപടിയെടുക്കണം എന്നുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ആയുധം അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോകുന്നു എന്നുള്ള നിലപാടിലൊക്കെ ആയിരുന്നു മുരളീധരൻ അടക്കമെങ്കിൽ പോലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൃത്യമായ നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രമാത്രം പാർട്ടി സഹിച്ചു നിൽക്കാനുള്ള കാരണം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൃത്യമായ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായേനെ. പക്ഷേ പാർട്ടിക്ക് പോലും രണ്ട് മനസ്സാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നതെല്ലാം കുറ്റം തന്നെയാണ് എന്നുള്ള ഏകദേശ ചിത്രം പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാടെ അങ്ങ് ഒഴിവാക്കാൻ പാർട്ടിക്ക് മടിയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം MA ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയുമുള്ള പരാമർശങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്. ഇതോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ MA ഷഹനാസിനെതിരെ KPCC നടപടിയെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷഹനാസിനെ KPCC സാംസ്കാരിക സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള നടപടികൾ അതിന്റെ ഒരു സൂചന മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് ഷാഫിയോട് പരാതി പറഞ്ഞതായിട്ടാണ് കഴിഞ്ഞ ദിവസം ഷഹനാസ് വെളിപ്പെടുത്തിയിരുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. പിന്നീട് മാധ്യമങ്ങളോടും ഈ കാര്യങ്ങൾ നിലപാടിൽ ഉറച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവരെ പുറത്താക്കിയതെന്നാണ് ഷഹനാസ് വ്യക്തമാക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ഇത്തരത്തിൽ പുറത്താക്കിയത് എന്നും ഷഹനാസ് പ്രതികരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഷഹനാസ് ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. താൻ പറയുന്നത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് നിരത്തുമെന്നും ഷഹനാസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിനിടയിലാണ് ഷഹനാസിനെതിരെ വാട്സപ്പിൽ നിന്നടക്കം മാറ്റുന്നു എന്നുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്കെതിരെ രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുലിനെതിരെ പരാതി പറയാത്ത മുഴുവൻ സ്ത്രീകളുടെ മൗനത്തിനും ഷാഫി മുഴുവൻ ഉത്തരം പറയേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു വിഷയം
വിഷയം ഇത്തരത്തിൽ ഷഹനാസ് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, പത്മജ വേണുഗോപാൽ. നമുക്കറിയാം കോൺഗ്രസിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരാളാണ് പത്മജ എന്നത്. പക്ഷേ പിന്നീട് അവർ പാർട്ടി മാറി BJP-യിലേക്ക് എത്തുന്നു. തന്റെ സഹോദരനടക്കം ഇന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോഴും പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള തീരുമാനം വന്നപ്പോൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അന്ന് പത്മജയ്ക്കെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ അന്ന് അവർ പറഞ്ഞ ചില വാക്കുകളാണ് നമ്മളിപ്പോൾ ഓർക്കേണ്ടത്. അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പരാമർശം. ആ ഒരു പരാമർശം ഇന്ന് ഇഴകേറി പരിശോധിക്കുമ്പോൾ എത്തുന്നത് ഈ ചിത്രങ്ങൾ തന്നെയാണ്. എന്തായാലും പത്മജ നൽകിയിട്ടുള്ള സൂചനകൾ അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തിരികെ വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരായ സ്ത്രീകളുടെയോ സാക്ഷികളുടെയോ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതടക്കമുള്ള നവമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ അടക്കമുള്ള കേസുമായി ബന്ധപ്പെട്ട ADGP S. ശ്രീജിത്ത് അടക്കം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. രാഹുൽ ഈശ്വർ പരാതിക്കാർക്കെതിരെ മോശം പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് റിമാൻഡ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. മോശം കമന്റ് ഇടുന്നവർക്ക് എതിരെ അടക്കം നിയമ നടപടി ഉണ്ടാകുമെന്നും സൈബർ സെല്ല് അതിനുവേണ്ടി കൃത്യമായിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നും ADGP മുന്നറിയിപ്പ് നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ പരാതിക്കാരിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ 32ഓളം കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിജീവിതയുടെ പേര്, മറ്റു വിവരങ്ങൾ എന്നിവ പറയുന്നതടക്കം കുറ്റകരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള സാമൂഹിക മാധ്യമ ഇടപെടൽ എല്ലാവരും ഒഴിവാക്കണം എന്നും S. ശ്രീജിത്ത് സൂചന നൽകി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റൊരാളുടെ സ്വകാര്യതാ ലംഘനത്തിന് ആർക്കും അവകാശമില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡിയിലെടുത്ത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ആ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വറിനെ വിട്ടിരുന്നത്. ടെക്നോ പാർക്കിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തി കഴിഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് അന്വേഷിക്കുകയാണ് പോലീസ് എന്നാണ് വിവരം. ജയിലിൽ അയച്ചതു മുതൽ നിരാഹാരത്തിലാണ് രാഹുൽ ഈശ്വർ. ക്ഷീണിതനെന്ന ഡോക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് ട്രിപ്പ് അടക്കം നൽകുന്ന കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും എന്നുള്ള കാര്യം കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കുന്ന പുതിയ തെളിവ് പരിശോധിച്ച് വാദം കേട്ടാകും ഈ ഒരു വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂറോളം പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയിരുന്നു. യുവതിയെ നിരന്തരം പീഡിപ്പിച്ചു എന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നതും അടക്കമാണ് പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ വാദമുന്നയിക്കുന്നത്. എന്നാൽ പരാതിക്ക് പിന്നിൽ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് രാഹുൽ വാദിച്ചു. തന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതും ഗൂഢാലോചന ഉള്ളതുകൊണ്ടാണ് എന്നും യുവതിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രം നടത്തിയതെന്നുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചത്. എന്തായാലും രാഹുൽ പുറത്താകുമോ എന്നതടക്കമുള്ള സംശയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി കൂടി പരിഗണിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ KPCC തീരുമാനം എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുറത്താക്കാൻ ധാരണയായെങ്കിലും കോടതി വിധി അത് കേൾക്കണമെന്നുള്ള നിലയിലേക്കാണ് പാർട്ടി നേതൃത്വം നിൽക്കുന്നത്. അച്ചടക്ക നടപടി നീളുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. കോടതി വിധിക്ക് ശേഷം നേതാക്കൾ കൂടിയാലോചിച്ചായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസ് പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാം ദിവസവും ഒളിവിൽ തന്നെ തുടരുകയാണ്. രാഹുലിനെ തേടി പ്രത്യേക അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തിയിലടക്കം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം എത്തുന്നതിനും തൊട്ടു മുമ്പാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ചില സംശയങ്ങളും ചൂണ്ടിക്കാണിച്ച് പോലീസ് രംഗത്ത് വരുന്നു. പോലീസിൽ നിന്ന് രാഹുലിന് ആരോ വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്നുള്ള സംശയമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്.
SITയുടെ നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിൽ ആകണമെന്നതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. കർണാടകയിൽ രാഹുലിനായി വ്യാപക തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ഒരു കേന്ദ്രത്തിൽ രാഹുൽ എത്തിയ വിവരത്തിൽ വീട് വളഞ്ഞ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ രാഹുൽ കോടതിയിൽ കീഴടങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇതിനിടെ പരക്കുകയുണ്ടായത്. അതേസമയം രാഹുലിനെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയിൽ കോൺഗ്രസിൽ അമർഷം ഉയരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ പുറത്തുവരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി അത് പാർട്ടിയിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാരെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത് ഷഹനാസിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നടപടി എന്താകും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.